നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, നമ്മുടെ വേർപെട്ട ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മിൽ പിടിച്ചു നിൽക്കുന്ന, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ, മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ നിത്യതയുടെ വഴിയെ തടയപ്പെടുവാനിടയാകും. അത് എന്താണെന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയം നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെയും വിലപ്പെട്ട ചിന്തയെയും ഞാൻ എന്നിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നോക്കുക, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിത്യതയ്ക്ക് തടസ്സമായിരിക്കുന്ന, ദൈവരാജ്യത്തിൽ പോകാൻ തടസ്സമായിരിക്കുന്ന അനേക കാര്യങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ അത് വിസ്മരിക്കാതെ പോകുകയാണ്. അതുകൊണ്ട് തന്നെ വചനം പറയുന്നത്, ഓടിയതും അധ്വാനിച്ചതും വെറുതെ എന്ന് വരാതിരിപ്പാൻ. അപ്പോൾ നമ്മൾ സകലതും വിട്ട്, ലോകത്തെ വിട്ട്, ലോകക്കാരെ വിട്ട്, ബന്ധങ്ങളെ വിട്ട് ഈ മാർഗത്തിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലണം, അല്ലെങ്കിൽ നിത്യതയിലെത്തണം. ഇതിനു വേണ്ടി നമ്മൾ അനുഭവിച്ച മാനസികമായ പിരിമുറുക്കങ്ങൾ അനേകർക്ക് തങ്ങളുടെ ഷെയർ പോലും ലഭിച്ചിട്ടില്ല, മാതാപിതാക്കൾ കൊടുത്തിട്ടില്ല. ഈ മാർഗത്തിൽ ഇറങ്ങി വന്നതിൻ്റെ പേരിൽ പലതും വേണ്ടെന്ന് വെച്ചു, പലതും ചപ്പെന്നെണ്ണിയാണ് നമ്മൾ ഈ മാർഗത്തിലേക്ക് വന്നത്. എന്തിനാ വന്നത്? നിത്യതയിൽ പോകാൻ. ഇവിടെ ഒന്നും നേടാനല്ല, ഇവിടെ ഒന്നും വാരി കൂട്ടുവാനുമല്ല യേശുവിന്റെ സന്നിധിയിൽ ഒരുവൻ വന്നത്. അതുകൊണ്ട് തന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകും. ആ സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഒത്തിരി അഹോരാത്രങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുമ്പോൾ ശുദ്ധീകരിച്ച് ജീവിക്കുവാനുള്ള കാര്യം. നമുക്ക് ലോകക്കാരെ പോലെ ജീവിക്കുവാനുള്ള കഴിവോ ആരോഗ്യമോ പണമോ സൗന്ദര്യമോ സാഹചര്യങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇതെല്ലാം നമ്മൾ കളഞ്ഞ് വന്നതിൻ്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഏത് വിധേയരെങ്കിലും എനിക്ക് നിത്യതയിലെത്തണം. ഈ നിത്യതയിലേക്ക് പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മിൽ കുടിയിരിക്കുന്ന, നമ്മിൽ പതിയിരിക്കുന്ന ചില ചാരന്മാരുണ്ട്. അതിനെയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ആരൊക്കെയാണ് ദൈവരാജ്യത്തിൽ പോകും, ആരൊക്കെ ദൈവരാജ്യത്തിൽ പോകത്തില്ല? പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ സകല കൃപാവരങ്ങളിലും പ്രാപ്തന്മാരാണ്. ശരിയാ, നിങ്ങൾ നല്ല പ്രാർത്ഥിക്കുന്നവരാ. ശരിയാ, ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളുടെ നല്ല പ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിലുണ്ട്, ദർശകന്മാരുണ്ട്. എല്ലാ കൃപാവരങ്ങളിലും തികഞ്ഞവരായിരിക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ സ്വർഗരാജ്യത്തിൽ പോകുവാൻ ഇതൊന്നുമല്ല മാനദണ്ഡമെന്നും പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം മുതൽ വായിക്കുന്നു. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമേ. എന്താണ്? അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? അപ്പോൾ സ്വർഗരാജ്യത്തിൽ പോകാൻ തടസ്സം അന്യായം. അന്യായം എന്ന് പറഞ്ഞാൽ ന്യായമില്ലാത്തതെന്തെങ്കിലും ഒരു വിശുദ്ധന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അത് അന്യായമാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ആ വ്യക്തി നിത്യതയിൽ ദൈവരാജ്യത്തിൽ ആ വ്യക്തി കാണത്തില്ല. അന്യായമായി 1 രൂപയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, അന്യായമായി നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, അന്യായമായി ഗവൺമെന്റിൽ നിന്നും നിങ്ങൾ ഗവൺമെന്റിനെ പറ്റിച്ചെന്തെങ്കിലും നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ, അന്യായമായി സഭയ്ക്കകത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അന്യായമായി എന്തെങ്കിലും സാമ്പത്തിക നന്മകൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു ദൈവരാജ്യത്തിൽ കടക്കയില്ല. 2 സെക്കൻഡ്. എന്നിട്ട് പൗലോസ് പറയും, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ.
ഇനി അടുത്ത്, ദുർനടപ്പുകാർ, മോശമായി നടക്കുന്നവൻ ദൈവരാജ്യത്തിൽ പോകത്തില്ല. ആത്മീയരുടെ ഇടയിലും ദുർനടപ്പുണ്ട്, ആത്മീയ ദുർനടപ്പുണ്ട്. ആത്മീയരാണ്, പക്ഷെ അവരുടെ ജീവിതം, നടപ്പ്, ആരാധനയ്ക്ക് വരുമ്പോൾ നല്ല നടപ്പ്, ശുശ്രൂഷിക്കുമ്പോൾ നല്ല നടപ്പ്, അത് കഴിയുമ്പോൾ ദുർനടപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവരാജ്യത്തിൽ അവന് പ്രവേശനമില്ല. ഇനി ദുർനടപ്പുകാരൻ, വിഗ്രഹാരാധികൾ. എന്താണ് വിഗ്രഹാരാധികൾ? ദൈവത്തേക്കാൾ, രക്ഷകനായ ക്രിസ്തുവിനേക്കാൾ മറ്റ് എന്തിനെങ്കിലും സ്നേഹിക്കുന്ന ഒരു വിശുദ്ധനാണോ? വചനം പറയുന്നു നിങ്ങൾക്ക് നിത്യതയുണ്ടാകത്തില്ല. 3, വ്യഭിചാരികൾ. ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നവരുണ്ട്. ആത്മീയരുടെ ഇടയിൽ തന്നെ ഉണ്ട് ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നവർ. അതോടൊപ്പം തന്നെ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, ഒരു സ്ത്രീയെ മോഹിക്കേണ്ട ഹൃദയം കൊണ്ട് വശീകരിക്കുന്നവൻ, അല്ലെങ്കിൽ മോഹത്താൽ നോക്കുന്നവൻ അവളോട് വ്യഭിചാരം ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മൾ പലപ്പോഴും വ്യഭിചാരികളായി തീരുന്നില്ലേ? സ്വർഗരാജ്യത്തിന്റെ കവാടം നമ്മുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. 3-ാമതായി, സ്വയഭോഗികൾ. എന്താണ് സ്വയഭോഗികൾ? സ്വന്തമായ ശരീരത്തിൽ ശരീരാവയവങ്ങളെ ഇളക്കി മോഹിപ്പിച്ച് ഇമേജ് ചെയ്ത് ശരീരത്തെ ഇളക്കി മറിച്ച് സ്വന്തമായി ഭോഗ നടത്തുന്നതിനെയാണ് സ്വയഭോഗം എന്ന് പറയുന്നത്. അത് അല്ലെങ്കിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും ഇന്ന് അധികമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ സയൻസ് പറയുന്നു അത് നല്ലതാണ്, അത് കുഴപ്പമില്ല. മെഡിക്കൽ സയൻസ് പറയുമ്പോൾ വിശുദ്ധ വേദ പുസ്തകം പറയുന്നു സ്വയഭോഗിക്ക് വേണ്ടി സ്വർഗരാജ്യം തുറന്നു വെച്ചിട്ടില്ല, സ്വർഗരാജ്യം ഒട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി നോക്കണം, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ടക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കണ്ടോ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ വായിച്ച ഈ ഭാഗത്ത് നിങ്ങൾ ബൈബിൾ എടുത്തു വെച്ച് 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള 10 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമായി നിങ്ങൾ വായിക്കണം. ഇതിനകത്ത് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഈ വിഷയത്തിൽ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം അവിടെ ഇരുന്ന് ദൈവസനീകരണം. അവിടെ പറയുന്നു വാവിഷ്ടക്കാർ, വായിൽ വരുന്നതൊക്കെയും പറയുന്നവർ, ആത്മീയരുടെ ഇടയിലുള്ളതാണ്. ഇത് ലോക മനുഷ്യരെ കുറിച്ചല്ല പൗലോസ് എഴുതുന്നത്, കൊരിന്ത്യ സഭയ്ക്കകത്താണ്. കൃപാവരം പ്രാപ്തന്മാർ നിറഞ്ഞ, ദൈവകൃപ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ സഭയെ നോക്കി പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും വഷളത്വം, പാപങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിലിരുന്ന് ദൈവസന്നി നിലവിളിയോടുകൂടെ ഇന്ന് ഈ സമയത്ത് കരയുവാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ഇല്ല എങ്കിൽ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി തീരുവാനിടയാകും. ഇനി അടുത്ത് നിങ്ങൾ നോക്കണം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ ഞാൻ വായിക്കുന്നു. ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ശുദ്ധിയില്ലാത്ത അവസ്ഥ, ദുഷ്കാമം, മോശമായ കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായ എന്ന് വെളിപ്പെട്ടു വരുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ. നമ്മുടെ ഒരു ചെറിയ പിണക്കം മതി നിത്യതയുടെ കവാടം അടയപ്പെടാൻ. ഇതിനെല്ലാം ഭയങ്കരമായ ആത്മീയാർത്ഥമുണ്ട്. ദുഷ്കാമം, വിഗ്രഹാരാധന, നേരത്തെ ഞാൻ പറഞ്ഞു. ഭിന്നത, സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കുന്നവർ, വീട്ടിനകത്ത് ഭിന്നത ഉണ്ടാക്കുന്നവർ, പോകുന്നിടത്തൊക്കെ ഭിന്നത ഉണ്ടാക്കുന്നവർ, 4 പേര് കൂടിയാൽ അതിനിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന ആത്മീയർ. ഞാൻ പറയുന്നു നിത്യതയില്ല. അസൂയ, ആരുടെങ്കിലും വളർച്ചയിൽ, ഒരു സഭയുടെ വളർച്ചയിൽ, ഒരു ദൈവദാസന്റെ വളർച്ചയിൽ, ഒരു കുടുംബത്തിന്റെ വളർച്ചയിൽ ഹൃദയം കൊണ്ട് സഹിക്കുന്നില്ലയോ? അസൂയ നിത്യതയിൽ പോകത്തില്ല. ഉലകത്തിൽ ആരും നിങ്ങളുടെ അസൂയ കാണത്തില്ല. പക്ഷെ ഉയരത്തിലുള്ള ദൈവം ഇന്ന് നമ്മളോട് പറയുക,
ഹൃദയത്തിനകത്ത് അസൂയ ഉണ്ടെങ്കിൽ ദൈവരാജ്യം ആ വ്യക്തിയെ അവകാശമാക്കിയില്ല. മദ്യപാനം, ആത്മീയരുടെ ഇടയിൽ മദ്യപാനമുണ്ട്. പള്ളിയിലെ 1-ാം സ്ഥാനമാണ്. പക്ഷേ അടുത്ത ദിവസം മുതൽ മദ്യശാലയിൽ മദ്യപിച്ച് ലഹരികെട്ട് വീട്ടിനകത്ത് കിടപ്പറയിൽ മദ്യം കൊണ്ടുവന്ന് കുടിക്കുന്നു. അടുത്ത ഞായറാഴ്ച വിശുദ്ധരായി പോകുന്നവരുണ്ട്. ഞാൻ പറയും ദൈവരാജ്യം അവകാശമാക്കിയില്ല. വെറിക്കൂത്ത് കണ്ടോ, വേറെ പുസ്തകത്തിൽ എത്ര വ്യക്തമായി പറയുന്നു, ഇവരാരും ദൈവരാജ്യത്തിൽ കടക്കുന്നില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞെ, ദൈവഭൃത്യന്മാരെ, ഈ കാറ്റഗറിയിൽപ്പെട്ട എന്ന് വെച്ചാൽ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾക്കകത്തുള്ള ഈ ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ അഡിക്റ്റായി പോയോ, നമ്മുടെ ജീവിതത്തിൽ ബലഹീനത ഉണ്ടോ, ഇത് വായിച്ചു വിടുകയല്ല, ഇത് പ്രസംഗം കേട്ട് വിടുകയല്ല. ഒരു നിമിഷം ഇരിക്കണം. നമ്മളുടെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഈ ലോകമല്ല, ഈ ലോകത്തിലെ മറ്റു കാര്യങ്ങളല്ല, നിത്യതയാണ്. അതിനു വേണ്ടിയാണ് നാട് വിട്ട്, വീട് വിട്ട്, കൂട്ടം വിട്ട്, നാമധേയ കൂട്ടം വിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. എന്തെല്ലാം ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ചവരാണ്, എന്തെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തിയവരാണ് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. എത്രയോ കുഞ്ഞുങ്ങളുടെ ഭാവി നന്മകൾ ലഭിക്കേണ്ടത് വേണ്ടെന്ന് പറഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, കുഞ്ഞുങ്ങളോട് പറയുന്നു, മക്കളെ, നമ്മൾ ഇറങ്ങി വന്നത്, നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങി വന്നത് ഈ ഭൂമിയെ കണ്ടിട്ടല്ല, ഉയരത്തെ കണ്ടിട്ടാണ് ഇറങ്ങി വന്നത്. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിപ്പീൻ എന്നുള്ള വചനപ്രകാരം നമുക്ക് ഇന്ന് പകൽക്കാലം ഈ ഗലാത്യ ലേഖനം ഹല്ലേലൂയ 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് നിർത്തി വായിച്ച് സ്വന്തമായിട്ട് ജീവിതവുമായി ഒന്ന് തുലനം ചെയ്യണം. ദൈവമേ, എവിടെയെങ്കിലും എനിക്ക് വീഴ്ചയുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കരയാം, അവിടെ ഒരു ക്രമീകരണം പ്രാപിക്കുക. നിത്യയുടെ കവാടം അടയപ്പെടരുത്. ഇനി നിങ്ങൾ നോക്കണം, റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21 മുതൽ 32 വരെയുള്ള വാക്യമായി, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥമായി തീർന്നു. കണ്ടോ, ആത്മീയരുടെ ഇടയിലുള്ള പാപമാണ്. ദൈവത്തെ അറിയാം, യേശുവിനെ അറിയാം, യേശുവിന്റെ സ്നേഹം അറിയാം, യേശുവിന്റെ വാത്സല്യം എന്തെന്നറിയാം. പക്ഷെ ഇത് അറിഞ്ഞിട്ടും ദൈവത്തിന് നന്ദി കാണിക്കാൻ കഴിയാതെ സ്വന്തം നിരൂപണത്തിൽ എന്ന് വെച്ച ദൈവത്തെ രണ്ടാമതായി കണ്ടിട്ട് സ്വന്തമായി നിരൂപിക്കും. ഓരോ കാര്യങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാതെ, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടവരാണ്. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കാതെ, നന്ദി കാണിക്കാതെ എന്നാണ് ചെയ്യുന്നത്, തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥമായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു പോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞ് അവർ മൂഢന്മാരായി പോയി. കേട്ടോ, എനിക്ക് ജ്ഞാനമുണ്ട് ഇന്ന് വചനം പറയുന്ന ആര് കേൾക്കാനാ? ഈ വചനത്തിന് ആര് വില കൊടുക്കാനാ? കേട്ടോ, മൂഢന്മാരായി തീർന്നു പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യർ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്താക്കി മാറ്റി കഴിഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങൾ തമ്മിൽ അപമാനിക്കേണ്ട അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇനി ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി കളഞ്ഞു. ദൈവത്തിന്റെ സത്യത്തെ ആലയങ്ങൾക്കകത്ത് ദൈവദാസന്മാർ വ്യാജമാക്കി കളഞ്ഞു. ഇനി അടുത്ത് സൃഷ്ടിയേക്കാൾ സൃഷ്ടാവിനെ ഭജിച്ച് ആരാധിച്ചു. കേട്ടോ, സൃഷ്ടിച്ചവനേക്കാൾ എന്ന് വെച്ചാൽ കർത്താവിനേക്കാൾ, കർത്താവ് കൊടുത്ത ശുശ്രൂഷകന്മാരെ അവർ ആരാധിക്കാൻ തുടങ്ങി. മനുഷ്യ ദൈവങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങി. അതല്ലേ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിത്യതയുടെ വഴി തടയരുത്. ഒരു ദൈവദാസനല്ല നിങ്ങളെ വിളിച്ചത്, ഒരു സഭയല്ല നിങ്ങളെ വിളിച്ചത്, ഒരു പ്രസ്ഥാനമല്ല നിങ്ങളെ വിളിച്ചത്. നിങ്ങളെ വിളിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഈ ഭൂമിയിലുള്ളതൊന്ന് തരാനല്ല വിളിച്ചത്, നിങ്ങളെ നിത്യതയിൽ കൊണ്ടുപോകാനാണ് വിളിച്ചത്. ആകയാൽ നമ്മുടെയൊക്കെ ജീവിതം വളരെ സൂക്ഷ്മതയോടുകൂടെ നാം കടന്നു പോകണം. ഇനി നോക്കണ, ദൈവം അവരെ അപമാനരാഗങ്ങൾ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ
സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീ ഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. കണ്ടോ, ഇന്ന് ആത്മീയരുടെ ഇടയിൽ നടക്കുന്ന സംഭവമാണ്, ജഡീകന്മാരുടെ ഇടയിലല്ല. അനേക ബൈബിൾ കോളേജുകളിൽ ഇത് നടക്കുന്നുണ്ട്. അനേക ഹോസ്റ്റലുകളിൽ, ആത്മീയർ നിൽക്കുന്ന ഹോസ്റ്റലിൽ നടക്കുന്നുണ്ട്. അനേക സുവിശേഷകന്മാരുടെ ഇത് നടക്കുന്നുണ്ട്. നിത്യതയുടെ വഴി അടയപ്പെടുവാനിടയാകും. ഇനി നിങ്ങൾ കേട്ടോണം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമായതിന് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു. അവർ സകല അനീതി, ദുഷ്ടതയും, അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുർശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബലഹീനർ, നിയമലംഘിതർ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. എന്നിട്ട് അടുത്ത്, മരണയോഗ്യർ എന്ന് ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവർ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നവ. ദൈവരാജ്യം അവർ അവകാശമാക്കിയില്ല. ദൈവദാസന്മാരോട് ഇന്ന് ഈ ഒരു ചെറിയൊരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഞാനൊരു സന്ദേശം ഈ സമയത്ത് കൈമാറുകയാണ്. ഞാനും നിങ്ങളും കർത്താവിന്റെ വിലപ്പെട്ട ജോലി ചെയ്യുന്നവരാണ്. നമുക്ക് ആവശ്യമുള്ള ഒന്നും നമ്മുടെ കയ്യിൽ ആരും തരുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും തൃപ്തിയായി നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ലോകത്തിൽ നമുക്ക് അധികമായ മാന്യതകളോ ശ്രേഷ്ഠതകളോ ഇല്ല. പക്ഷെ എന്തുകൊണ്ടെന്നറിയണ്ടേ? നിത്യതയെ മാത്രം നോക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആരെങ്കിലും അനീതിയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ, ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും കാര്യമായിട്ട് വരുമ്പോൾ, അതിനോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. നമ്മുടെ നിത്യതയുടെ വഴി അടയപ്പെടുവാനിടയാകും. നമുക്കൊരു പക്ഷേ സഹായിക്കുന്നവരായിരിക്കാം, നമ്മെ താങ്ങുന്നവരായിരിക്കാം, നമ്മളെ അധികമായി സ്നേഹിക്കുന്നവരായിരിക്കാം. ഒരു വാക്കിൽ പോലും യെസ് പറയരുത്. പറഞ്ഞു പോയാൽ നിത്യതയുടെ വഴി അടയപ്പെടുവാനിടയാകും. നോക്കുക, ഇവിടെ പറയുന്നത് പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. ആലയത്തിനകത്തുണ്ടെന്നേ, സഭകൾക്കകത്തുണ്ട് തലമുറകൾ. ഇനി ബുദ്ധിഹീനർ, നിയമലംഘിതർ. എന്താ നിയമലംഘിതർ? ടാക്സ് അടയ്ക്കൂല, പിന്നീട് ലോൺ എടുത്താൽ എഴുതിത്തള്ളാൻ വേണ്ടി കാത്തിരിക്കുന്നവർ. പ്രിയമുള്ള, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ലോകത്ത് 1 രൂപ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ അത് തിരിച്ച് നിങ്ങൾ അടച്ചില്ലെങ്കിൽ, കൊടുത്തില്ലെങ്കിൽ, ദൈവവചനപ്രകാരം നിത്യതയില്ല. കാരണം റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നു, സ്നേഹത്തിലല്ലാതെ വേറെ ഒന്നിലും ആർക്കും കടപ്പെടരുത്. നിങ്ങൾക്ക് നിത്യതയിൽ പോണോ? നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചിലരൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെ സ്വാധീനിച്ചിട്ട്, പാസ്റ്റർമാരാ വിശ്വാസികളും വിശുദ്ധന്മാരായിരിക്കുന്ന എല്ലാവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും എഴുതിത്തള്ളു. നമ്മൾ വാങ്ങിച്ച പണമല്ലേ ഇത്? ഗവൺമെന്റിന്റെ പണമല്ലേ ഇത്? തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത നമുക്കില്ലേ? തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ വായ്പ എടുത്തത്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ ഒരു ബലഹീനത നിമിത്തം നിത്യത അടയപ്പെടരുത്. ഈ റോമർക്കെഴുതിയ ലേഖനത്തിൽ നിങ്ങൾ വായിച്ചല്ലോ, 28 മുതലുള്ള വാക്യങ്ങൾ 32 വരെയുള്ള വാക്യങ്ങൾ വരെ നിങ്ങൾ വായിച്ചപ്പോൾ, ഇതിനകത്ത് ഏതിലെങ്കിലും നമ്മുടെ ലൈഫ് കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ലെവലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് അവിടെ ഇരുന്ന് ദൈവത്തോട് കരയണം, പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ വിശുദ്ധനായിരിക്കാം, ഒരുപക്ഷെ നന്നായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ മണിക്കൂറോളം ദൈവസന്നിധിയിൽ ആത്മതപനം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ കൃപാവരപ്രാപ്തരായിരിക്കാം, ഒരുപക്ഷെ ഓടി നടന്ന് കർത്താവിന്റെ വലിയ വേല ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. സ്തോത്രം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ.
പക്ഷെ കർത്താവ് നോക്കുന്നത് തൻ്റെ നിയമം നിത്യരാജ്യത്തിലേക്ക് പോകാൻ തടസ്സമാകുന്നതിന് ഇന്ന് നിങ്ങൾ ഇരുന്ന് ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളുടെ ആഹ്വാനം ചെയ്യുകയാണ്. ഇനി നിങ്ങൾ അടുത്തൊരു ഭാഗം കൂടി ഞാൻ വായിക്കട്ടെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുന്നതാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ചേർച്ചയില്ലാത്ത ഒന്നുമരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കണ്ടോ? പൊട്ടച്ചൽ, ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാൻ പാടില്ല. പൊട്ടച്ചൽ, പൊട്ടയായ ഫലമില്ലാത്ത വാക്കുകൾ, കളിവാക്ക്, ചേർച്ചയില്ലാത്ത ഒന്നുമരുത്. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മുടെ കതരങ്ങളിൽ നിന്ന് എന്തെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നിത്യതയില്ല. ഒരുത്തൻ പൊട്ടച്ചൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവന് നിത്യതയില്ല. ഒരുത്തൻ തമാശ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവന് നിത്യതയില്ല. അവൻ ചേർച്ചയില്ലാത്തത് പറഞ്ഞാൽ നിത്യതയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നിത്യതയ്ക്ക് പോകണമെങ്കിൽ എത്രമാത്രം വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കണം. ഹല്ലേലൂയ. 2 കയ്യടിയിൽ ഒതുങ്ങുന്നതല്ല നിത്യത. 2 പ്രവചനത്തിൽ ഒതുങ്ങുന്നതല്ല നിത്യത. പ്രവചനം കൃപാവരത്തിൽപ്പെട്ടതാണ്. അത് ഭൂമിയിൽ ദൈവം തന്റെ വിശുദ്ധന്മാരുടെ അഭിവൃദ്ധിക്കും ആത്മീയ വർധനവിനും ചിലരുടെ മാനസാന്തരത്തിനുമാണ് ഈ കൃപാവരങ്ങൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നിത്യതയിൽ ഒരുവന് പോകണമെന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, പലരും വഞ്ചിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. കൃപകൾ എനിക്കുണ്ടല്ലോ, എനിക്ക് അന്യഭാഷയുണ്ടല്ലോ, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടല്ലോ, എനിക്ക് ദൈവമായിട്ട് ഭയങ്കര മണിക്കൂറുകളുള്ള ബന്ധങ്ങൾ, പ്രാർത്ഥന ജീവിതമുണ്ടല്ലോ, എനിക്ക് വചനത്തിന്റെ നല്ല പാണ്ഡിത്യമുണ്ടല്ലോ. എന്നാൽ ഇതൊന്നും കൊണ്ട് നിത്യതയെ പോകണമെന്നില്ല. നിത്യതയെ പോകണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് നമ്മുടെ ലൈഫ് കൊണ്ടുവരണം. എന്ന് വെച്ചാൽ വിശുദ്ധ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇനി മലാക്കിയുടെ പുസ്തകം നിങ്ങൾ അതെടുത്ത് നോക്കണം. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുന്ന എങ്ങനെയാണ്? അന്ന് ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ശുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്ക് എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. കണ്ടോ പ്രിയമുള്ളവരെ, കൂലിക്കാരന് കറക്റ്റായിട്ട് കൂലി കൊടുക്കണം. അവനെ വഞ്ചിക്കരുത്. വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്ന പാവപ്പെട്ട സ്ത്രീയോട് കൃത്യമായി നിങ്ങൾ ശമ്പളം കൊടുത്തിരിക്കണം. അവന്റെ ഒരു പൈസ നിങ്ങളുടെ വീട്ടിലിരുന്നാൽ നിത്യതയിൽ പ്രവേശിക്കയില്ല. നിങ്ങൾ ആരായിരുന്നാലും. സ്തോത്രം. നിങ്ങൾ ഈ മലാക്കിയിൽ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിന്റെ നടുവിൽ ദൈവവും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ ക്രമീകരണം പ്രാപിക്കണം. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ അധികമായി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നവർ എത്രമാത്രം വിശുദ്ധ ജീവിതം അവർ കാത്തു സൂക്ഷിക്കണം. അവരുടെ ലൈഫിൽ വിശുദ്ധി എത്രമാത്രം കരുതലുണ്ടായിരിക്കണം. ഓരോ വാക്കുകൾ എത്ര സൂക്ഷിച്ചായിരിക്കണം പോകേണ്ടത്. അതല്ലേ വേദപുസ്തകം യേശു പറഞ്ഞത്, ഏത് നിസ്സാര വാക്കിനും ദൈവത്തിന്റെ മുമ്പിൽ ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ ദൈവവചനത്തിൽ തന്നെ പറയുന്നു. എന്താണ് സൊല്യൂഷൻ? ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം തന്നെ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 6-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കണം. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. നമ്മൾ ഈ വകക്കാരായിരുന്നു. ഇനി അടുത്ത, എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിക്കുകയും നീതീകരണം പ്രാപിച്ചുമിരിക്കുന്നു.
അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് അറിയാതെ വന്നുകൊണ്ടിരുന്ന ഈ ബലഹീനത ഒരു ശുദ്ധീകരണത്തിൽ കൂടെ നമുക്ക് ഒരു മോചനമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അതെങ്ങനെ ലഭിക്കും? തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് മുറുകെ പറ്റി പിടിച്ചു കിടക്കുന്ന പാപമാണ്. നമ്മുടെ സ്വഭാവത്തിൽ ആയിരിക്കുന്ന അനുഭവങ്ങളാണ്. പക്ഷേ ഒരു വിശുദ്ധന്റെ ജീവിതം എത്രമാത്രം കനമുള്ളതാണ്. ഒരുത്തൻ നിത്യതയിൽ പോകണമെങ്കിൽ എത്രമാത്രം അവൻ പരിശ്രമിക്കണം, എത്രമാത്രം ദൈവവചനത്തോട് അവൻ അടുക്കണം, എത്രമാത്രം പ്രാർത്ഥനയിൽ കൂടിയിരിക്കണം, എത്രമാത്രം അവന്റെ ബോഡിയെ സൂക്ഷിക്കണം, അവന്റെ മനസ്സിനെ സൂക്ഷിക്കണം, അവന്റെ ബുദ്ധിയെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിനെ സൂക്ഷിക്കണം, അവന്റെ കരങ്ങളെ സൂക്ഷിക്കണം. കാരണം നമ്മൾ എവിടെയാ നിൽക്കുന്നത്? ഈ പാപം നിറഞ്ഞ ലോകത്താണ്. ഇതിന്റെ നടുവിലാണ് ദൈവം നമ്മളെ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ജ്യോതിസിനെ അല്ലെങ്കിൽ ഈ പ്രകാശത്തെ ഊതി അണയ്ക്കുവാൻ ഈ ലോകത്തിന്റെ ഇരുട്ടിന്റെ ശക്തി ഓരോ അനുദിനവും ഓരോ സെക്കൻഡുകളിലും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് അറിയാതെ നിങ്ങൾ പോകരുത്. ആകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഈ കാറ്റഗറിയിൽപ്പെട്ട ഈ ഏതെങ്കിലും ഒരു പാപം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഇതിനെ നിസ്സാരമായി കാണരുത്. അത് പിന്നീടാകട്ടെ എന്ന് പറയരുത്. ഇരുന്ന് ഉപവസിക്കേണ്ട വിഷയമാണെങ്കിൽ ഉപവസിച്ച് തന്നെ അത് മാറ്റണം. കരയേണ്ട വ്യക്തിയാണെങ്കിൽ അതിനെ ഓർത്ത് നിങ്ങൾ വിലപിച്ച് നിങ്ങൾ കരയണം. ഹല്ലേലൂയ. എസ്രാ പുരോഹിതന്റെ പുസ്തകം 9-ാം അധ്യായവും 10-ാം അധ്യായം പഠിക്കുമ്പോൾ എസ്രാ പുരോഹിതൻ യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു. ഹല്ലേലൂയ. ജനം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വിശുദ്ധ ജനം പാപത്തിൽ കുടുങ്ങിപ്പോയി ജാതികളുമായി ഇടകലർന്നു എന്ന് കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയണ്ടേ? ദൈവ സന്നിധി ചെന്ന് കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാപങ്ങളെ ചൊല്ലി ഇന്ന് ഈ സമയത്ത് നിലവിളിക്കണം. പ്രിയമുള്ളവരെ, ഒരു യേശുവിന്റെ രക്തം പറഞ്ഞല്ല കളയേണ്ടത്. കുഴപ്പമില്ല, അടുത്ത ഉപവാസ പ്രാർത്ഥന ശരിയാക്കാമെന്നല്ല പറയേണ്ടത്. ഇല്ല, ഞാൻ ഇതിനത് ക്രമീകരിച്ചോളാമെന്ന് സ്വയത്തിൽ ആശ്രയിക്കരുത്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. ഇരുന്ന് കരയണം, ദൈവത്തിനെ നിലവിളിക്കണം. പപ്പാ, ഈ വിഷയത്തിൽ വീട് കിടക്കുകയാണ്, നിത്യതയുടെ കവാടം അടയപ്പെട്ടിരിക്കുകയാണ്. കർത്താവേ, എനിക്ക് വേണ്ടി തുറക്കണമെന്ന് പറയാൻ എത്ര ദൈവമക്കൾ ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഇല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ, കണ്ടോ, ആ കന്യകമാരെ നിങ്ങൾ നോക്കണം. അവരുടെ പേര് 10 കന്യകമാരെന്നാണ്. കന്യക എന്ന വാക്കിന്റെ അർത്ഥം ശരീരം സൂക്ഷിക്കുന്നവൻ, പുരുഷൻ തൊടാത്ത സ്ത്രീ, മലിനതയില്ലാത്തവൾ. ഹല്ലേലൂയ. ആ ലെവലിൽ പോയ ആ 10 കന്യകമാരുടെ അവസാനത്തെ സമയത്ത് ദയനീയ അവസ്ഥ കണ്ടോ? വാതിൽ ചെന്ന് മുട്ടുകയാണ്, തുറക്കണമേ. ദൈവമക്കളെ, ഇത്രയും മാത്രം വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ലോകത്തെ തൊടാതെ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ പോകാതെ, മറ്റൊരു രീതിയിൽ ജീവിക്കാതെ സകലതും വിട്ടിറങ്ങിയ നാം നിത്യതയ്ക്ക് വേണ്ടിയാണ് ആ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. നിങ്ങളുടെ ആത്മീയ കണ്ണു തുറന്ന് ഇന്നൊന്ന് നോക്ക്. ആ വാതിൽ, സ്വർഗീയ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ഇന്ന് നമ്മൾ മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെ പോകും? നമ്മൾ ഇന്ന് മരിച്ചു പോയാൽ നമ്മൾ എവിടെയാണ് പോകാൻ പോകുന്നത്? ഇത് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അവിടേക്ക് ഇനി ഒരു യാത്രയില്ല. നാം പോകുന്നത് നിത്യമായ നരകത്തിലേക്കാണ്ട് വാതിൽ താണ്ട് വിശാലമായി തുറന്നു കിടക്കുകയാണ്. നമ്മളതറിയാതെ പോകരുത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത്. പിതാവേ, മാതാവേ, സഹോദര, കുഞ്ഞേ, ദൈവദാസനെ, ജീവിതത്തിൽ എവിടെയെങ്കിലും ബലഹീനതകൾ ഉണ്ടെങ്കിൽ ദൈവത്തോട് ഒരു നിമിഷം ഏറ്റുപറഞ്ഞു വീക്ഷിക്കുക. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ട് ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങളിൽ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നതോടെ പറയട്ടെ, വിട്ടുകളയരുത്. ഏതെങ്കിലും ബലഹീനത ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റുപറയാം, നമുക്ക് ഉപേക്ഷിക്കാം, വിശുദ്ധിയോടുകൂടി നമുക്ക് എടുക്കാം. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ മുറുകെ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ ജീവിതത്തിനകത്ത് ഈ വായിച്ച ഭാഗങ്ങളിൽ നിന്നും, ഇല്ല, നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ആ ലേഖന ഭാഗങ്ങളിൽ നിന്നും എവിടെയെങ്കിലും
ആരെങ്കിലും നിങ്ങളെ കൊളുത്തിട്ട് പിടിക്കുന്നെങ്കിൽ അത് ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. അത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ ചാനലിൽ കൂടെ നിങ്ങൾ ഒരുപക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ കണ്ണുകളിൽ ഈ ഒരു മെസ്സേജ് നിങ്ങളെ ഉടക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവത്തിന്റെ സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ പാപികൾ തന്നെയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ബലഹീനതകളും അറിഞ്ഞും അറിയാതെയും ഈ പറഞ്ഞ അനേക പാപങ്ങൾ ഞങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നു. ഞങ്ങളുടെ ദൈനംദിനം ജീവിതത്തിൽ ഈ പാപങ്ങളിൽ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങൾ ഓർക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. നിത്യതയുടെ വഴി അടഞ്ഞു എന്നുള്ള വിഷയം ഞങ്ങൾ ഓർക്കാതെ പോകുന്നു. പിശാച് അതിനെ മറച്ചു കെട്ടിയിരിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ആത്മീയ കണ്ണുകൾ കുരുടാക്കി വെച്ചിരിക്കുന്നു കർത്താവേ. കർത്താവേ, ഈ വചനപ്രകാരം അടിയനെയും ഈ ജനത്തെയും നീ ശുദ്ധീകരിക്കണമേ. ഒരിക്കൽ കൂടി ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ വീഴുകയാണ്. പരിശുദ്ധാത്മാവേ, മരണത്തിനു മുമ്പ്, കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവിന് മുമ്പ് ഈ സെക്കൻഡിൽ ഞങ്ങൾക്കൊരു ശുദ്ധീകരണത്തിന് ദൈവം വന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കൃപ കൊണ്ട് നിറയ്ക്കണം പരിശുദ്ധാത്മാവോട്. ഈ സന്ദേശം കേട്ട് അതിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ, ജീവിതത്തെ ഒരിക്കൽ കൂടി ശുദ്ധീകരണത്തിലേക്ക് വരുത്തുവാൻ ആഗ്രഹിച്ച് ഈ സന്ദേശം കേട്ട എല്ലാവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അതൊരു അനുഗ്രഹമാകണം. ദൈവകൃപ കൊണ്ട് മൂലം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എന്റെ പ്രിയമുള്ളവരെ, മരണം നിശ്ചയം, പക്ഷെ സമയം നിശ്ചയമല്ല. കർത്താവിന്റെ വരവ് നിശ്ചയം, പക്ഷെ സമയം നിശ്ചയമല്ല. ഒരുപക്ഷെ വരുന്ന നെഞ്ചുവേദനയായിരിക്കാം നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിലേക്കൊണ്ട് ഒരു ചെറിയ തലവേദനയായിരിക്കാം, ആർക്കറിയാം. എന്നാൽ ഇന്ന് ഈ കേട്ട സന്ദേശത്തിന് മുമ്പിൽ ഒരു നിമിഷം അവിടെ ഇരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ കരയുവിൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.